റമദാന് മുന്നോടിയായി UAE 4000-ലേറെ തടവുകാരെ മോചിപ്പിക്കും. UAE പ്രസിഡന്റും വിവിധ എമിറേറ്റുകളുടെ ഭരണാധികാരികളുമാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. ശിക്ഷാ കാലയളവിൽ മാനസാന്തരമുണ്ടായവരും നന്നായി പെരുമാറിയവരുമായ തടവുകാരെയാണ് മോചിപ്പിക്കുന്നത്. വിവിധ എമിറേറ്റുകളിലായി 4343 തടവുകാർക്കാണ് മോചനം സാധ്യമാവുക. അബുദാബിയിലെ ജയിലുകളിൽ നിന്ന് 1295 തടവുകാരെ മോചിപ്പിക്കാനാണ് UAE പ്രസിഡന്റും അബുദാബി ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഉത്തരവിട്ടത്. ദുബൈയിലെ ജയിലുകളിൽ നിന്ന് 1518 തടവുകാർക്ക് മോചനം നൽകാൻ ദുബൈ ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഉത്തരവിട്ടു. ഷാർജ ഭരണാധികാരി ഡോക്ടർ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ കാസിമി 707 തടവുകാർക്ക് മോചനം നൽകാനാണ് തീരുമാനിച്ചത്. അജ്മാനിലെ ജയിലുകളിൽ നിന്ന് 207 തടവുകാരെ മോചിപ്പിക്കാൻ ഭരണാധികാരി ഷെയ്ഖ് ഹുമൈദ് ബിൻ റാഷിദ് അൽ നുഐമി നിർദ്ദേശം നൽകി. അതേസമയം റാസൽ ഹൈമ 506 തടവുകാരെ മോചിപ്പിക്കും. റാസൽ ഹൈമ ഭരണാധികാരി ഷെയ്ഖ് സൗദ് ബിൻ സക്കർ അൽ കാസിമിയാണ് ഇത് സംബന്ധിച്ച ഉത്തരവിട്ടത്. ഫുജേറയിലെ ജയിലുകളിൽ നിന്ന് 111 തടവുകാരെ മോചിപ്പിക്കാൻ ഭരണാധികാരി ഷെയ്ഖ് ഹമദ് ബിൻ മുഹമ്മദ് അൽ ഷർക്കി ഉത്തരവിട്ടു. തടവുകാർക്ക് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാനും കുടുംബത്തോടൊപ്പം റമദാൻ ചെലവിടാനും ലക്ഷ്യമിട്ടാണ് നടപടി. മീഡിയ 1 ദുബായ്.